العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد اللهم إنا نسألك خير هذه الليلة وخير ما فيها نصرها وفتحها ونورها وبركتها ورزقها وهداها ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. സഹോദരങ്ങളെ, സൂറത്തു അൽ മസദാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിന്റെ തഫ്സീർ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാഹ്, അതുപോലെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ഇവരുടെ തഫ്സീറുകളിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. ഇന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സൂചിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ഒന്നാം സൂറത്ത് ഒരു പ്രാവശ്യം കൂടി ഓതാം എല്ലാവരും. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب. تبت يدا أبي لهب وتب. ما أغنى عنه ماله وما كسب. ما أغنى عنه ماله وما كسب. سيصلى نارا ذات لهب. سيصلى نارا ذات لهب. وامرأته حمالة الحطب. وامرأته حمالة الحطب. في جيدها حبل من مسد. في جيدها حبل من مسد. تبت يدا أبي لهب وتب. അബൂ ലഹബിന്റെ ഇരു കൈകൾ നശിക്കട്ടെ. വതബ്, അവനും നശിച്ചിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു, അവന്റെ സമ്പാദ്യം, അവന്റെ മാൽ ഉപകാരപ്പെട്ടില്ല. ഒമാ കസബ്, അവൻ നേടിയതും. അവിടെ ഒമാ കസബ് എന്ന് പറഞ്ഞാൽ അവന്റെ സന്താനങ്ങളാണ് ഉദ്ദേശമെന്ന് തഫ്സീറിന് വായിച്ചതാണ്. സയസ്ലാ നാറൻ, അവൻ നാറിൽ കിടന്നെരിയുന്നതാണ്. ദാത്ത ലഹബ്, തിളക്കമുള്ള കത്തിജ്വലിക്കുന്ന എരിച്ചു കളയുന്ന നരകത്തിൽ അവൻ എരിയുന്നതാണ്. അവൻ മാത്രമല്ല, വമ്രഅതുഹു, അവന്റെ ഭാര്യയും. ഇമ്രഅ സ്ത്രീ, അവന്റെ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവന്റെ ഭാര്യ. അവൾ ഹമ്മാലത്തുൽ ഹതബ്, ഹമ്മാല ചുമക്കുന്നവളാണ്, ഹതബ് വിറക് ചുമക്കുന്നവളാണ്. അതെന്താണ് നമ്മൾ പറഞ്ഞു. ഫീ ജീദിഹ, അവളുടെ കഴുത്തിലുണ്ട് ഹബലും മിൻ മസദ്, ഈത്തപ്പന നാരുകൊണ്ടുള്ള കയറുണ്ട്. ഈ സൂറത്തിന്റെ തഫ്സീർ നമ്മൾ വായിച്ചു. അബൂ ലഹബിന് ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു, അവന്റെ കൈവിരൽ കൊണ്ട് ഒരു ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ, മുഹമ്മദ് നിനക്ക് നാശം, ഇതിനാണോ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിർപ്പിന്റെ ഉദ്ഘാടനം കുറിച്ചതവനാണ്. അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചുകൊണ്ട്, അവനെ ശപിച്ച്, അവന്റെ നാശം അറിയിച്ചുകൊണ്ട് പറഞ്ഞു, അവന്റെ ഇരു കൈകൾ നശിക്കട്ടെ, അവനും നശിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പോയി പ്രസംഗിക്കുമ്പോൾ ഇവൻ പിന്നാലെ ചെല്ലും. ഇവന് ഭ്രാന്താണ്, ഇവൻ സാബിയാണ്, സ്വന്തം തീര് വിട്ടുപോയവനാണ്, ഇവനെ വിശ്വസിക്കരുതെന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തം വെറുമാറ് നബി എറിയും. അപ്പൊ ജനങ്ങളാകെ റസൂലുള്ള പറയുന്ന കാര്യം, ഇവൻ നബിയുടെ ആരാണ്? അമ്മാൻ. ഇവൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുമ്പോൾ അത് റസൂലുള്ളാഹിക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കും ആലോചിക്കേണ്ടതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എറിഞ്ഞിരുന്നത് അവനാണ് ഇവൻ. അവന്റെ ഭാര്യയും, എന്താ അവന്റെ ഭാര്യന്റെ പേര്? ഉമ്മു ജമീൽ. ആ പെണ്ണ് ഈ ആയത്തുകൾ ഇറങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിന് മുഖത്ത് ഞാൻ അടിക്കുമെന്ന് പറഞ്ഞൊരു കല്ലും എടുത്തു വന്ന കഥ നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതാണ്. ഇനി ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമല്ല, ഈ ആയത്തിൽ അള്ളാഹു ഇവരുടെ രണ്ടുപേരുടെയും നാശം അള്ളാഹു പ്രഖ്യാപിച്ചു. ഇവരുടെ ബന്ധുക്കളായ ആളുകൾ മുസ്ലിങ്ങളായിട്ട് വരെ. എത്രത്തോളം? ഉമ്മു ജമീലിന്റെ ആങ്ങളെ ആരാ? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, സഹാബിയാണ്. അങ്ങനെ പല ആളുകൾക്കും അള്ളാഹു വെളിച്ചം നൽകിയിട്ടും, ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായിരുന്ന ആളുകൾക്ക് പോലും. അബൂ സുഫിയാനൊക്കെ ബദറിലെ നേതാവാണ്, അല്ലെ? ബദറിലെയും ഉഹദിലെയും ഖന്തക്കിലെയും ശത്രുപക്ഷത്തെ നേതാവാണ് അബൂ സുഫിയാൻ.
പക്ഷെ അള്ളാഹു ഹിദായത്ത് നൽകി. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ. അബൂജഹലിന്റെ മകൻ ഇക്രിമ അള്ളാഹു ഹിദായത്ത് കൊടുത്തു. എന്നാൽ ഇവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുത്തില്ല. ഇവർ കാഫിറായിട്ടാണ് മരിച്ചത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഇവർ ജീവിച്ചിരിക്കുമ്പോഴാണ് ഇത് പ്രഖ്യാപിച്ചത്. പിന്നെ ഉറപ്പാണല്ലോ അവർ മുസ്ലിങ്ങളാവുകയില്ല. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഹിദായത്ത് ലഭിച്ചില്ല. ഇത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു മുഅ്ജിസത്ത് കൂടിയാണ്. ഇമാം ഖുർതുബി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഈ ആയത്തിൽ ഈ സൂറത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അബൂ ലഹബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ യഥാർത്ഥ പേരെന്താണ്? അബ്ദുൽ ഉസ്സ. അബ്ദുൽ ഉസ്സ എന്നാണ് പേര്. ഉസ്സയുടെ അടിമ എന്നാണ് പേര്. പക്ഷെ അള്ളാഹു വിളിച്ചത് അവന്റെ ഇസ്മല്ല, പിന്നെയോ കുഞ്ഞിയത്താണ്. കുഞ്ഞിയത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, അബു അല്ലെങ്കിൽ ഇബിൻ എന്നൊക്കെ ചേർത്ത്, അല്ലെങ്കിൽ ഉമ്മ എന്നൊക്കെ ചേർത്ത് പറയുന്ന പേരാണ് കുഞ്ഞിയത്ത് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞിയത്താണ് അബുൽ ഖാസിം, ഖാസിമിന്റെ ഉപ്പ അല്ലെ. ഇബ്നു അബ്ദില്ല എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാന്റെ മകൻ. അബൂബക്കർ കുഞ്ഞിയത്താണ്, യഥാർത്ഥ പേരല്ല. അബൂ ഹുറൈറ. ഇങ്ങനെ കുഞ്ഞിയത്തുകൾ ചേർത്ത് പറയും. മകന്റെയോ ഉപ്പാന്റെയോ അല്ലെങ്കിൽ ആരുടെങ്കിലും അങ്ങനെയുള്ള ആളുകളുടെ, ചിലപ്പോ പൂർവ്വപിതാക്കളിൽ ആരെങ്കിലും ചേർത്തിട്ടായിരിക്കും പറയുക. നേരെ ഉപ്പായിരിക്കണം എന്നല്ല, ഉപ്പാന്റെ ഉപ്പ അങ്ങനെ ആരെങ്കിലും ചേർത്തും പറയാറുണ്ട്. ഇങ്ങനെ പറയുന്നതിനാണ് കുഞ്ഞിയത്ത് എന്ന് പറയുക, പേര് യഥാർത്ഥ പേര് പറയാതെ. ഇസ്മിൽ 3 എണ്ണമുണ്ട്. അങ്ങനെ ഇസ്മിൽ പൊതുവെ 3 എണ്ണം ഉണ്ടെന്ന് പറയാറുണ്ട്. അലം എന്ന് പറയും. അലം എന്ന് പറഞ്ഞാൽ അലമിൽ 3 എണ്ണമുണ്ട്. അലം എന്നാണ് ഇങ്ങനെ ഈ പേരുകൾക്ക് പറയാം. അലം ഒന്ന് ഇസ്മ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പേര്. പിന്നെ കുഞ്ഞത്ത്, ഉപ്പാനെയോ മകനെയോ ആരെങ്കിലും ചേർത്ത് പറയുന്നത്, അല്ലെങ്കിൽ മകളെയോ ആരെങ്കിലും ചേർത്ത് പറയുന്നത്. പിന്നെ ലഖബ് എന്ന് പറയും. ലഖബ് പറഞ്ഞാൽ സ്ഥാനപ്പേര് അല്ലെ. അൽ ഫാറൂഖ്, അസ്ദീഖ്, ഇതൊക്കെ എന്താണ്? സ്ഥാനപ്പേരുകളാണ്. സ്ഥാനം പരിഗണിച്ചു കൊടുക്കുന്ന പേരുകൾ ലഖബ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ 3 എണ്ണമുണ്ട് എന്ന് പറയാറുണ്ട്. അലം എന്നാണ് സാധാരണ ഇങ്ങനെ ഒരാളെ ഒരൊന്നിനെ സൂചിപ്പിക്കാൻ പറയുക. അതിന് 3 എണ്ണം ഉണ്ടെന്ന് പറയാറുണ്ട്. ഇസ്ം, ലഖബ്, കുഞ്ഞ. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇവനെ കുഞ്ഞത്താണ് വിളിച്ചിട്ടുള്ളത്. അബൂലഹബ്, അബൂലഹബ് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഇമാം ഖുർതുബി പറയുകയാണ് ഈ സൂറത്തിന്റെ തഫ്സീറിൽ, വഖദ് ظن قوم أن في هذا دليلا على تكنية المشرك. ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ട് ഈ ആയത്തിൽ, ഈ അള്ളാഹുവിന്റെ ഈ സൂറത്തിൽ തെളിവുണ്ടെന്ന് മുശ്രിക്കിനെ കുഞ്ഞത്ത് വിളിക്കാമെന്ന്. മുശ്രിക്കിനെ കുഞ്ഞത്ത് വിളിക്കാമെന്ന്. സാധാരണ മുശ്രിക്കവന്റെ പേര് വിളിക്കണം എന്നാണ് പറയാറുള്ളത്. അങ്ങനെ ബഹുമാനിക്കുന്ന പദങ്ങളൊന്നും പറയാൻ പാടില്ല. ഈ കുഞ്ഞത്ത് മുശ്രിക്കിനെ വിളിക്കാമെന്ന് ഈ ആയത്തിൽ നിന്ന് ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ട്. വഹുവ ബാത്തിലുൻ, അത് ശരിയല്ല. ഖുർതുബി പറയുക, വഇന്നമാ കന്നാഹു അല്ലാഹു ബിഅബീ ലഹബ്. അള്ളാഹു അവനെ അബൂലഹബ് എന്ന് പേര് വിളിച്ചിട്ടുള്ളത് ഇൻദൽ ഉലമാ, പണ്ഡിതന്മാർക്കിടയിൽ അതിന് അവർ കാരണം പറഞ്ഞിട്ടുള്ളത് ലിമആനി അർബഅ, 4 കാരണങ്ങൾ കൊണ്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അബൂലഹബിനെ അള്ളാഹു അവന്റെ പേര് അബ്ദുൽ ഉസ്സ എന്ന് പറയാതെ അബൂലഹബ് എന്ന് വിളിച്ചിട്ടുള്ളത് 4 കാരണങ്ങൾ കൊണ്ടാണെന്ന് ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, അന്നഹു കാന ഇസ്മുഹു അബ്ദുൽ ഉസ്സ. ഒന്നാമത്തെ കാരണം എന്താ? അവന്റെ പേരെന്താ? അബ്ദുൽ ഉസ്സ എന്നാണ്. അള്ളാഹു അല്ലാത്ത, അത് ഉസ്സ എന്ന് പറഞ്ഞ സനമാണ്, വിഗ്രഹമാണ്. അള്ളാഹു അല്ലാത്ത ഈ വിഗ്രഹത്തിലേക്ക് ഉബൂദിയത്ത് ചേർത്ത് പറയാൻ, അതും അള്ളാഹുവിന്റെ കിതാബിൽ അത് ചേർത്ത് പറയാൻ അള്ളാഹു സമ്മതിച്ചില്ല. അള്ളാഹു അത് പരിശുദ്ധ ഖുർആൻ യോജിച്ചത് ആണെന്ന് ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണത് ഒഴിവാക്കിയത്. അത് അള്ളാഹുവിന്റെ കലാമിന് യോജിച്ചതല്ലാത്തതുകൊണ്ട്. അള്ളാഹു അല്ലാത്ത ഒരു സനമിനക്ക് ഉബൂദിയത്ത് ചേർത്ത് പറയുക, അതിന്റെ അടിമ എന്ന് അള്ളാഹു പറയാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ. അതുകൊണ്ടായേക്കാം പണ്ഡിതന്മാർ ആ പറഞ്ഞിട്ടുള്ള ഒരു കാരണം അതാണ്. അബ്ദുൽ ഉസ്സ എന്നാണ് അവന്റെ പേര്. അബ്ദുൽ ഉസ്സ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഒഴിവാക്കി. 2, അന്നൽ ഇസ്ം അഷ്റഫ് മിനൽ കുഞ്ഞ. രണ്ടാമത്തെ കാരണം എന്താണ്? കുഞ്ഞത്തിനേക്കാളും കുറച്ചുകൂടി ഗ്രേഡ് കൂടിയതാണ് എന്ത്? പിന്നെ ഇസ്ം എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ ആ ഗ്രേഡ് ഒന്ന് താഴ്ത്തി പറഞ്ഞവനെ, അവന്റെ നേരായ പേര് വിളിച്ചു പറഞ്ഞില്ല. എന്നിട്ട് ഇമാം ഖുർതുബി ചോദിക്കുന്നുണ്ട്, കാരണം എന്താ? വലിദാലിക ദഅ അല്ലാഹു തആല അൽ അംബിയാ ബിഅസ്മാഇഹിം. അതുകൊണ്ടാണല്ലോ അല്ലാഹു നബിമാരെ ആരെയും കുഞ്ഞത്ത് വിളിക്കാതെ എന്താണ് വിളിച്ചിട്ടുള്ളത്? അവരുടെ പേരാണ് വിളിച്ചിട്ടുള്ളത്.
നേർക്ക് നേരെ പേരാണ് വിളിച്ചത്. യാ ഇബ്രാഹിം, യാ നൂഹ്, യാ മൂസ, യാ ഈസ, യാ യഹ്യ, യാ സക്കരിയ, ഇങ്ങനെയൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ നബിമാരെ പേരുകളാണ് വിളിച്ചിട്ടുള്ളത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഒന്നുകൂടി പദവി കൊടുത്ത് എന്താ വിളിച്ചിട്ടുള്ളത്? യാ അയ്യുഹൻ നബി, യാ അയ്യുഹർ റസൂൽ എന്നാണ് വിളിച്ചിട്ടുള്ളത്. നബിയെ റസൂൽ എന്നാണ് വിളിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ റിസാലത്തും നുബുവത്തും ചൂണ്ടിക്കാണിച്ചിട്ടാണ് അള്ളാഹു വിളിച്ചിട്ടുള്ളത്. കുഞ്ഞത്തിനേക്കാളും ഒരു പദവി കൂടുതലാണ് ഇസ്മിന്. അതുകൊണ്ട് അള്ളാഹു ഒന്ന് അവനെ താഴ്ത്തി വിളിച്ചു. അവനെ പേര് ഇസ്മ വിളിക്കാതെ കുഞ്ഞത്ത് വിളിച്ചത്. ഇതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തേത് أن الله أراد أن يحقق نسبته بأن يدخله النار فيكون أبا لها تحقيقا للنسب. അവന്റെ കുഞ്ഞത്ത് എന്താണ് കുഞ്ഞത്ത്? അബ്ദുൽ ഇസ്സന്റെ കുഞ്ഞത്ത് എന്താണ്? അബൂ ലഹബ് എന്നാണ് അല്ലേ? അള്ളാഹു അവനെ കരിക്കുമെന്ന് പറഞ്ഞ നരകത്തിന്റെ പേരെന്താണ്? അതിന്റെ വിശേഷണം ലഹബ്. അവന്റെ പേരിനോട് യോജിച്ച തിളങ്ങുന്ന മുഖം തിളങ്ങുന്നവെന്നുള്ള അർത്ഥത്തിലാണ് അവനെ അബൂ ലഹബ് എന്ന് വിളിച്ചിട്ടുള്ളത്. അതുപോലെ ചൂട് കൊണ്ട് കരിക്കാനുള്ള ശേഷി കൊണ്ട് കാഠിന്യം കൊണ്ട് തിളങ്ങുന്ന തീക്കൊരു തിളക്കുണ്ടല്ലോ, ആ തിളങ്ങുന്ന നരകത്തിൽ അവനെ. അപ്പൊ അവന്റെ ആ നെസബുണ്ടല്ലോ, അവന്റെ ആ പേര് അവർക്ക് അതും ഇതും തമ്മിൽ യോജിച്ചു വന്നു. അതാണ് മൂന്നാമത്തെ കാരണം. ഫകാന അഹ്ലുഹു, എന്നിട്ട് ഇമാം ഖുർത്തുബി പറയാണ്, ഫകാന അഹ്ലുഹു യുസമ്മൂനഹു അബാ ലഹബ് ലിതലഹുബി വജ്ഹിഹി വഹുസ്നിഹി. അവന്റെ മുഖത്തിന്റെ സൗന്ദര്യവും ആ തിളക്കവും കൊണ്ടാണ് അവന്റെ കുടുംബക്കാർ അവൻ അങ്ങനെ ഒരു പേര് വിളിച്ചത്. പക്ഷേ ഫസറഫഹുമുല്ലാഹു അൻ യഖൂലു അബുന്നൂർ വഅബുദ്ദിയ അല്ലദീ ഹുവൽ മുശ്തറക് ബൈനൽ മഹ്ബൂബി വൽ മക്റൂഹ്. എന്നാൽ ഈ കുടുംബക്കാർക്ക് അവൻ ഇത്ര ഭംഗിയുണ്ടായിട്ടും അവൻ അബുന്നൂർന്നോ അബുദ്ദിയാന്നൊന്നും വിളിക്കാൻ തോന്നിയില്ല. അള്ളാഹു അത് തിരിച്ചു കളഞ്ഞു. അബുന്നൂർ എന്ന് പറഞ്ഞാൽ എന്താ? നൂർ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു മഹ്ബൂബും മക്രൂഹും, നല്ലതിനും മോശത്തിനും അത് പ്രയോഗിക്കും നൂർ എന്നത്. ദിയ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ, പ്രകാശം എന്നർത്ഥത്തിൽ. ഇതൊന്നും പറയാതെ അവർ അവനെ വിളിച്ചത് എന്താണ്? അബൂ ലഹബ് എന്നാണ്. അപ്പൊ നല്ലതിന് കൂടുതലായി പ്രയോഗിക്കാത്തൊരു വാക്കാണ് അവരവനെ വിളിച്ചിട്ടുള്ളതും. അള്ളാഹു അങ്ങനെ ആക്കി കളഞ്ഞു അവന്റെ പേര് തന്നെ. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഈ ലഹബ് എന്ന അതിലേക്ക് യോജിപ്പിക്കാൻ കൂടിയാണ് അള്ളാഹു ഇത് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് മറ്റൊരു കാരണം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 4 കാരണം ആയി. ഒന്നെന്താണ്? ഒന്ന് അബ്ദുൽ ഉസ്സ എന്നാണ് അവന്റെ പേര്. അപ്പൊ ഉസ്സ എന്ന സ്വനമിന്, വിഗ്രഹത്തിന് ഉബൂദിയത്ത് അല്ലാഹു അവന്റെ കിതാബിൽ പറഞ്ഞില്ല. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ ഞാൻ പറയാൻ വിട്ടു. ഏതാണ് രണ്ടാമത്തെ? ഞാൻ ഒന്ന് പറയാൻ വിട്ടു. അന്നഹു കാന ബികുന്യതിഹി അശ്ഹറ മിൻഹു ബിസ്മിഹി ഫഫറഹ ബിഹ. രണ്ടാമത്തെ കാരണം അതാണ്. ഞാൻ പറഞ്ഞ 3 പറഞ്ഞുള്ളൂ. രണ്ടാമത്തെ എന്താന്ന് പറഞ്ഞാൽ അവൻ കൂടുതൽ പ്രസിദ്ധൻ അവന്റെ കുഞ്ഞത്ത് കൊണ്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധൻ ഏത് പേരിലാണ്? കുഞ്ഞത്ത് കൊണ്ടാണ്, യഥാർത്ഥ പേര് കൊണ്ടല്ല. അബൂബക്കറാണ് എല്ലാവർക്കും അറിയുന്ന പേര് അല്ലെ? അദ്ദേഹത്തിന്റെ പേരുകൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്നതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അബ്ദുറഹ്മാൻ എന്ന് അഭിപ്രായപ്പെട്ട ഉലമാക്കളുണ്ട്. അബ്ദുറഹ്മാൻ. നിങ്ങൾ നോക്ക്, ഇവൻ അബൂ ലഹബ് പ്രസിദ്ധനായിട്ടുള്ളത് ഏതുകൊണ്ടാണ്? ഇസ്മിനേക്കാൾ കൂടുതൽ കുഞ്ഞത്ത് കൊണ്ടാണ്. അപ്പൊ അവന്റെ പ്രസിദ്ധമായ എല്ലാവർക്കും മനസ്സിലാകുന്ന പേര് തന്നെ അല്ലാഹു എടുത്തു പറഞ്ഞു. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം ഇസ്മാണ് പേരിനേക്കാളും അതിന്റെ കുഞ്ഞത്തിനേക്കാളും അഷറഫായിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു കുഞ്ഞത്ത് പറഞ്ഞു. നാലാമത്തത് നരകത്തിലേക്ക് അള്ളാഹു യോജിപ്പിച്ചു. ആ ലഹബ് 2 പേരും യോജിപ്പിച്ചുകൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു. മാത്രമല്ല അവന്റെ കുടുംബക്കാരവനെ അബുന്നൂറിന് അബുദ്ദിയാന്ന് വിളിക്കാൻ അള്ളാഹു അനുവദിച്ചതുമില്ല. ആദ്യം തന്നെ അള്ളാഹു റബ്ബുൽ ആലമീൻ അങ്ങനെയാണ് അവരെ കൊണ്ട് വിളിപ്പിച്ചിട്ടുള്ളത്. ഇതുകൊണ്ടാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവനെ അതുകൊണ്ട് മുശ്രിക്കുകളെ കുഞ്ഞത്ത് വിളിക്കാൻ ഇത് തെളിവല്ലെന്നാണ് ഖുർത്തുബി പറയുന്നത്. മാഗ്ന അൻഹു മാലുഹു വമാ കസബ്. സമ്പത്ത് അവന് പ്രയോജനപ്പെട്ടില്ല. വമാ കസബ്, അവൻ സമ്പാദിച്ചതും എന്ന് പറഞ്ഞാൽ വലത്. കാരണം ഖിയാമത്ത് നാൾ ഇത് പ്രയോജനപ്പെടുകയില്ല മുഅ്മിനുകൾക്കല്ലാതെ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. അന്ന് സമ്പത്ത് പ്രയോജനപ്പെടുകയില്ല, സന്താനങ്ങൾ പ്രയോജനപ്പെടുകയില്ല. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ കൽബോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ
അള്ളാഹിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം കിട്ടിയവർക്കല്ലാതെ. സലീമായ ഖൽബ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട ഹൃദയം, മുഅ്മിനിന്റെ ഹൃദയം. وإن من شيعته لإبراهيم إذ جاء ربه بقلب سليم. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു, وإن من شيعته, ആ അതേ കക്ഷിയിൽപ്പെട്ട ആൾ തന്നെയാണ് ഇബ്രാഹിം. മുമ്പ് നൂഹ് നബിയെ പറ്റി പറഞ്ഞ ഉടനെ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ എന്ന് നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞു. ഉടനെ പറഞ്ഞു وإن من شيعته لإبراهيم إذ جاء ربه بقلب سليم. സലീമായ ഖൽബോടെ അള്ളാഹുവിന്റെ അടുത്ത് എത്തിയ ഇബ്രാഹിം. സലീമായ ഖൽബ് എന്ന് പറഞ്ഞാൽ ശുബഹത്തിന്റെ മറതോ ഷഹ്വത്തിന്റെ മറതോ ഇല്ലാത്ത ഖൽബ്. ശുബഹത്ത് എന്ന് പറഞ്ഞാൽ സംശയത്തിന്റെ രോഗം. രണ്ട് തരത്തിലുള്ള രോഗങ്ങളാണ് ഖൽബിനെ ബാധിക്കുക. ഒന്ന് സംശയത്തിന്റെ രോഗം, അതാണ് കൂടുതൽ അപകടകരമായ രോഗം. ദീനിൽ സംശയം ഉണ്ടാവും, നിഫാഖ് ഉണ്ടാവും. അതുപോലെ ദീനിയായ വിഷയങ്ങളിൽ സംശയം ഉണ്ടാവുക, ഈമാൻ അവന് ഉറച്ചിട്ടില്ല. രണ്ടാമത്തെ എന്താണ്? ഷഹ്വത്തിന്റെ രോഗം, ദേഹേച്ഛകൾ, അള്ളാഹുവിന് ധിക്കാരത്തിലേക്ക്, വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് നീങ്ങിപ്പോവുക, അവന്റെ പ്രവൃത്തി അങ്ങനെ ആവുക. ഇതാണ് ഷഹ്വത്തിന്റെ രോഗം. ഇതിൽ കൂടുതൽ അപകടം ഏതാണ്? ശുബഹത്തിന്റെ രോഗമാണ്. ഇത് രണ്ടിനുമുള്ള പരിഹാരമാണ് പരിശുദ്ധ ഖുർആൻ. ഇതുള്ളവർക്കല്ലാതെ, ഇതുമായി ചെന്നവർക്കല്ലാതെ അള്ളാഹുവിങ്കൽ സമ്പത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടുകയില്ല. കസ്ബ് എന്ന് സന്താനങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ കസ്ബിൽപ്പെട്ടതാണ് അവന്റെ സന്താനങ്ങൾ. അതുകൊണ്ടാണ് സന്താനങ്ങൾ ചെയ്യുന്ന അമലുകളുടെ കൂലി ആയിരിക്കുമോ എന്ന് പറഞ്ഞിട്ടുള്ളത്. മാതാപിതാക്കൾക്ക് പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. വലതും സാലിഹുൻ യദ്ഉ ലഹു എന്ന് പറഞ്ഞ പ്രാർത്ഥന മാത്രം എത്തുന്നല്ല, അതെല്ലാം മുസ്ലിങ്ങളുടെ പ്രാർത്ഥന എത്തൂലേ. ഏത് മുസ്ലിമിന് വേണ്ടി ആര് പ്രാർത്ഥിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചാൽ അവർക്ക് പുണ്യകരമാണ്. എന്നാൽ സന്താനങ്ങളുടെ അമലുകളെല്ലാം ആർക്കും കൂടി പ്രയോജനപ്പെടും? മാതാപിതാക്കൾക്ക് പ്രയോജനപ്പെടും. അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന അമലുകളുണ്ട്, ചെയ്യാൻ പാടില്ലാത്തതുണ്ട്, അല്ലെ? പരിശുദ്ധ ഖുർആൻ അവർക്ക് വേണ്ടി ഓതി അതിന്റെ കൂലി അവർക്ക് കൊടുക്കാന്നുള്ളതിന് യാതൊരു തെളിവില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ഇതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടട്ടെ എന്ന നിലക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത് നബിയോ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ലാത്തതാണ്. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന സൂറത്തുൻ നജ്മിന്റെ ആയത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വ്യക്തമായി അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ അത് ചെയ്തിട്ടില്ല. എന്നാൽ പൊതുവെ എല്ലാ മക്കളുടെ എല്ലാ അമലുകളും മാതാപിതാക്കൾക്ക് കിട്ടും. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്, അവന്റെ കസ്ബിൽപ്പെട്ടതാണ്, അവന്റെ അധ്വാനത്തിൽപ്പെട്ടതാണ് അവന്റെ മക്കൾ. അതും അബൂലഹബിന് പ്രയോജനപ്പെട്ടില്ല. അവൻ സമ്പന്നനായിരുന്നു, അവൻ സമ്പന്നനായിരുന്നു, സുന്ദരനായിരുന്നു. ഈ ദുനിയാവിൽ നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു, നല്ല സമ്പത്തുള്ള ആളായിരുന്നു. അള്ളാഹുവിങ്കൽ പ്രയോജനപ്പെട്ടില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, തിളങ്ങുന്ന നരകത്തിയിൽ അവൻ കിടന്നെരിയും. വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും. അതിനെക്കുറിച്ച് ഒരുപാട് തഫ്സീറുകൾ പറഞ്ഞു, മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്. ഭർത്താവിനെ നരകത്തിൽ കിടന്നെരിയുമ്പോൾ ഇവളെന്ത് ചെയ്യും? വിറക് കൊണ്ടുപോയിടും. അവന്റെ തീ ദുനിയാവിൽ ഈ തമ്മാടിത്തരത്തിൽ അവനെ സഹായിച്ച അവളാണ് ഈ പെണ്ണ്. അതുപോലെ നരകത്തിൽ അവൻ കത്തിയെരിയാനും സഹായം ചെയ്യുന്ന, അതവന് പ്രയോജനപ്പെടുകയില്ല. രണ്ടാളുകൾ നരകത്തിൽ ശിക്ഷ ഒരുപോലെ അനുഭവിക്കുന്നു എന്നുള്ളത് രണ്ടു കൂട്ടർക്ക് ആശ്വാസം ഉണ്ടാവുകയില്ല. നരകത്തിന്റെ പ്രത്യേകതയായി അള്ളാഹു പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ദുനിയാവിൽ നമ്മളെപ്പോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളുണ്ടെന്നത് നമുക്ക് ആശ്വാസമാണ്. പക്ഷെ പരലോകത്ത് വലൻ യൻഫഅഹുമുൽ യൗമ ഇദ് ളലംതും അന്നഹും വലൻ യൻഫഅകുമുൽ യൗമ ഇദ് ളലംതു അന്നകും ഫിൽ അദാബി മുശ്തരികൂൻ. നിങ്ങൾ നരകത്തിൽ പങ്കാളികളാണ്, ശിക്ഷയിൽ പങ്കാളികളാണ് എന്നത് നിങ്ങൾക്കിവിടെ ഉപകാരപ്പെടുകയില്ല എന്ന് അല്ലാഹു പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അത് പ്രയോജനപ്പെടുകയില്ല. മാത്രമല്ല വിറക് ചുമട്ടുകാരിയാണ് എന്നതിന് മറ്റുള്ള തഫ്സീറുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പോകുന്ന വഴികളിൽ ഉപദ്രവങ്ങൾ കൊണ്ടുപോയി ഇടുന്നൊരു സ്വഭാവം ഈ പെണ്ണിനുണ്ടായിരുന്നു. മാത്രമല്ല നമീമത്തുകാരിയായിരുന്നു. നമീമത്തെന്താ? ഏഷണിയാണ് നമീമത്തുകാരി. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് നമീമത്തിനെ കുറിച്ചുള്ള ഹദീസുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പ്രത്യേകം എടുത്തു കൊടുത്തതാണ്. ഒന്ന്,
പ്രസിദ്ധമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. എന്താണ്? ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നമ്മാമുൻ, ഏഷണിക്കാരൻ. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്തുൻ, രണ്ടുപേരെ അർത്ഥമാണ്. ഖത്താത്ത്, ഖാഫ് താ ത, ഖത്താത്തുൻ, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അവൻ പ്രവേശിക്കാത്തത് അവൻ കാഫിറായതുകൊണ്ടല്ല, മറിച്ചെന്താണ്? ഇത് ആ മാസിയത്തിനുള്ള താക്കീത് എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരാള് മുസ്ലിമാണ്, പുരിന്റെ ഏഷണിക്കാരനാണ്, അതുകൊണ്ട് അയാൾ കാഫിറായി പോവോ? ഇല്ല. പക്ഷേ ഈ അത് തക്കീത് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. അവൻ നരകത്തിൽ കിടക്കും, നരകത്തിൽ ശാശ്വതവാസിയാണ് എന്നല്ല അതിനർത്ഥം. ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നല്ല. ഒരു പക്ഷേ നരകത്തിൽ അവന്റെ ശിക്ഷ അനുഭവിച്ച ശേഷം അല്ലാഹു റബ്ബുൽ ആലമീൻ ഈമാൻ ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമീമത്തിന്റെ ഗൗരവം സൂചിപ്പിച്ച് നരകത്തിലേക്കാണ് അവൻ യോജിച്ചതെന്ന് പറയുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ശർരിൻ നാസി ദൽ വജ്ഹൈൻ അല്ലദീ യഅതി ഹൗലാഇ ബിവജ്ഹിൻ വഹൗലാഇ ബിവജ്ഹിൻ. ഇന്ന മിൻ ശർരിൻ നാസ്, മനുഷ്യരിൽ ഷർറായ ആളുകളാണ്, തീർച്ചയായും മനുഷ്യരിൽ മോശപ്പെട്ട ആളുകളാണ്. ദൽ വജ്ഹൈൻ, രണ്ട് മുഖങ്ങളുള്ള ആളുകൾ. അല്ലദീ യഅതി ഹൗലാഇ ബിവജ്ഹിൻ വഹൗലാഇ ബിവജ്ഹിൻ, ഒരു കൂട്ടരുടെ അടുത്ത് ഒരു മുഖവുമായി ചെല്ലും, മറ്റൊരു കൂട്ടരുടെ അടുത്ത് വേറൊരു മുഖവുമായി അവൻ ചൊല്ലും. ഇത് അസൂയയെ കുറിച്ചാണ്, ആ ഭാഗത്താണ് ഇമാം ഖുർത്തുബി എടുത്തു കൊടുത്തിട്ടുള്ളത്. ഏഷണിക്കാരൻ അങ്ങനെയാണല്ലോ, ആരെ തമ്മിലാണോ തെറ്റിക്കേണ്ടത്, രണ്ട് കൂട്ടരെടുത്തും രണ്ട് കഥകളുമായിട്ടാണ് ചെല്ലുക. രണ്ട് കൂട്ടരുടെയും ഒരു ഗുണകാംക്ഷയാണ് എന്ന നിലക്കാണ് പോവുക. പക്ഷെ ഒരുത്തിന്റെ അടുത്ത് മറ്റവനെ മോശമാക്കി പറഞ്ഞിട്ടാണ് പിന്നെ അതേ ആളടുത്തേക്ക് നല്ല ആളെന്ന നിലക്ക് ചെല്ലുന്നത്. ഇങ്ങനത്തെ സ്വഭാവം, ഇരുമുഖ സ്വഭാവം ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ്. മുസ്ലിം എപ്പോഴും തുറന്ന് മനസ്സുള്ള ആളായിരിക്കണം, അല്ലേ? മുനാഫിഖുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം ഹുമുൽ അദുവ്വു ഫഹ്ദറുഹും ഖാതലഹുമുല്ലാഹ്. അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, അവർ ഏതൊറ്റയും അവർക്ക് നേരെയാണെന്ന് അവർ വിചാരിക്കും. നമ്മളെ കള്ളിപ്പോ വിളിച്ചതാവോ, ഇപ്പൊ പുറത്താവോ എന്ന പേടിയിലായിരിക്കും അവർ. മുമ്പിന് അങ്ങനെ പേടി ഉണ്ടാവോ? ഇല്ല. തുറന്ന ചിന്താഗതിയുള്ള ആളാണ്, നേരായ വാക്ക് പറയുന്ന ആളൊന്നും പേടിക്കാൻ അവനില്ല. അള്ളാനെ മാത്രമേ പേടിക്കുള്ളൂ, ആളുകളെ പേടിക്കേണ്ട കാര്യം അവനില്ല. എന്നാൽ മുനാഫിഖ് അങ്ങനെയായിരിക്കും. മുനാഫിഖിന്റെ ഒരു സ്വഭാവമാണ് ഈ ഏഷൻ എന്ന് പറയുന്ന അസൂയ എന്ന് പറയുന്നത്. അതുപോലെ ഈ നിലക്കുള്ള ഇരുമുഖ സ്വഭാവം പാടില്ല. അത് ഏഷണിക്കാരന്റെ ഒരു വിശേഷണമായി ഉലമാക്കൾ പഠിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, അപ്പൊ ഈ പെണ്ണിനെ ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് പറയാനുള്ള കാരണങ്ങൾ മനസ്സിലായല്ലോ. നരകത്തിൽ അവളുടെ ഭർത്താവിനെ കത്തിക്കാൻ വിറക് കൊണ്ടുപോയി ഇടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പോകുന്ന വഴിയിൽ ഉപദ്രവങ്ങൾ കൊണ്ടുപോയി ഇടുക. അതുപോലെ പിന്നെന്താ മൂന്നാമത് ഇപ്പൊ പറഞ്ഞത് ഏഷണിക്കാരിയാണ്. ഇനി നോക്കണം, ഇമാം ഖുർത്തുബി പറയാണ്, വഖാല ഖത്താദ വഗൈറുഹു, ഇമാം ഖത്താദയും വഗൈറുഹു മറ്റുള്ള ആളുകളും മുഫസ്സിറുകൾ താബിഈകളൊക്കെ പറഞ്ഞിരിക്കുന്നു, കാനത് തുഈറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഫഖർ ثم كانت مع كثرة مالها تحمل الحطب على ظهرها لشدة بخلها. ഈ പെണ്ണിന്റെ ഒരു സ്വഭാവം എന്താ? കാനത് തുഈറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ആക്ഷേപിക്കും. എന്ത് പറഞ്ഞിട്ട്? ബിൽ ഫഖർ, നബി ദരിദ്രനാണെന്ന് പറഞ്ഞിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൈസക്കാരനല്ലല്ലോ. അത് പറഞ്ഞിട്ട് ഈ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കും. എന്നിട്ടോ ഈ വലിയ വർത്താനം പറയുന്ന പെണ്ണ് തന്നെ ഇവൾക്ക് വലിയ പൈസക്കാരിയാണ്, വലിയ ധനാഢ്യയാണ്, വലിയ കുടുംബത്തിൽ അത് മേന്മ പറഞ്ഞു നടക്കുന്ന പെണ്ണുമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ തഹ്മിലുൽ ഹതബ അലാ വഹരിഹ, പുറത്ത് വിറക് ചുമന്ന് കൊണ്ടുവരും. വിശുദ്ധി ബുഖലിഹ, പിശുക്കിന്റെ കാഠിന്യം കൊണ്ട്. എന്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ എന്ത് ചെയ്യും? വിറക് ചുമന്ന് കൊണ്ടുവരും. എന്നിട്ട് അതേ പെണ്ണ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫഖർ പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യും. ഇങ്ങനൊരു സ്വഭാവം അവൾക്കുണ്ടായിരുന്നു അക്ഷരാർത്ഥത്തിൽ. അങ്ങനെയാണ് അവളുടെ മരണവുമെന്ന് ഇമാം ഖുർത്തുബി ചരിത്രം ഉദ്ധരിച്ച് പറയുന്നുണ്ട്. അതായത് ഈ വിറക് ചുമന്ന് കൊണ്ടുവരുമ്പോ ഒരു കെട്ട് എവിടത്തേക്കിടും? കഴുത്തിലിടും. ഫീജീദിഹാ ഹബ്ലുൻ മിൻ മസദ്, ഒരു കെട്ട് കഴുത്തിലിടും. എന്നിട്ട് അത് കുരുങ്ങിയിട്ടാണ് ഇത് ചത്തുപോയതും എന്ന് ചരിത്രത്തിൽ ഉണ്ട്. നാം ഖുർത്തുബി റഹിമഹുല്ലാ അത് ഉദ്ധരിച്ചിട്ടുണ്ട്.
വേറെ റിപ്പോർട്ടിലൊരു പാറ വന്ന് തലക്ക് വീണ് എന്നും റിപ്പോർട്ട് കാണാം. അപ്പൊ ഇത് ഈ കുരുത്ത ഇതുണ്ടല്ലോ, ഈ കുരുക്ക് അതങ്ങനെ തന്നെ നരകത്തിൽ തീയിനാലുള്ള ഒരു കുരുക്കായി മാറും എന്നും മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് മുകളിലേക്ക് ഉയർത്തും, പിന്നെ വീണ്ടും താഴേക്ക് ഇടും എന്നൊക്കെ തഫ്സീറിൽ വായിച്ചതല്ലേ, അതിനായിട്ട് വായിച്ചതാണ്. അങ്ങനെയായിരുന്നു അവളുടെ മരണം എന്നും അഭിപ്രായമുണ്ട്. ഇത് നോക്കണം. അതുപോലെ തന്നെ ആയിരുന്നു അബൂലഹബിന്റെ, അവൻ ചത്തുപോയത് അങ്ങനെ തന്നെ, വളരെ മോശമായ അവസ്ഥയിലാണ്. ഒരു പ്രത്യേക തരം രോഗം ബാധിച്ചു. അവസാനം അത് പകർച്ചവ്യാധിയായിരുന്നു. ഖുറൈശികൾ താഊനിനേക്കാളും ആ രോഗത്തെ പേടിച്ചിരുന്നു എന്നാണ്. താഊൻ പകരുന്ന പകർച്ചവ്യാധിയാണ്, പ്ലേഗ് രോഗം. അതിനേക്കാളും അതിനെ പേടിച്ചിരുന്നു. അങ്ങനെ ഒരു രോഗം അവനെ ബാധിച്ചു ബദർ യുദ്ധത്തിന് ശേഷം. എന്നിട്ട് അവൻ അവസാനം ചത്തുപോയി. അവനാരും തിരിഞ്ഞു നോക്കിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, ചീന് നാറാൻ തുടങ്ങി. അവസാനം അവന്റെ മക്കളിൽപ്പെട്ട ഒരുത്തൻ ദൂരെ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകി, എന്നിട്ട് കല്ലുകളും ഒക്കെ അവന്റെ ശരീരത്തിലേക്ക് എറിഞ്ഞ് അങ്ങനെ അടക്കം ചെയ്യാനുണ്ടായത്. മൂടാൻ വേണ്ടി, അടിയിലേക്ക് പോകാൻ വേണ്ടി അങ്ങനെ അവനെ അടക്കം ചെയ്തു എന്ന് അതാണ് ഇമാം ഖുർത്തുബി അവസാനമായി സൂറത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ അന്ത്യം അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറഞ്ഞ ആളുകളുടെ അന്ത്യം അങ്ങനെയായിരുന്നു. അബൂജഹലിന്റെ, ഉത്ബയുടെ, ഷൈബയുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ നിന്നപ്പോ فأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا എന്ന് സൂറത്തുൽ ജിന്നിൽ അള്ളാഹു പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ അടിമ നമസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് വൃത്തികേടുകൾ കൊണ്ടുവന്നിടാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പ്രാർത്ഥിച്ചു, പേരെടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചു അബൂജഹലിനൊക്കെ, അല്ലേ? അവസാനം സഹാബിമാര് പറയുന്നത് ഈ റസൂലുള്ള പേരെടുത്ത് പറഞ്ഞ് ശപിച്ച ഇവരൊക്കെ ബദർ യുദ്ധത്തിന് ശേഷം ആ കിണറ്റിലുണ്ടല്ലോ, കൊണ്ടുപോയി ഇട്ട കിണറ്റിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ ആളുകൾക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ക്രിസ്ത്യാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുസ്ലിമായി. എന്നിട്ട് അയാൾ റസൂലുള്ളാഹിക്ക് വഹ്യൊക്കെ എഴുതി കൊടുക്കാൻ തുടങ്ങി. പിന്നെ അയാൾ വീണ്ടും തിരിച്ചു കാഫിറായി, വീണ്ടും ക്രിസ്ത്യാനിയായി. എന്നിട്ട് അയാൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി, എന്ത് ഞാൻ എഴുതി കൊടുത്ത് വായിക്കാൻ ആർക്കറിയുള്ളൂ? മുഹമ്മദിനെ അറിയുള്ളൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ തുടങ്ങി. ഇത് സഹിഹായ സംഭവമാണ്. അങ്ങനെ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇയാൾ മരിച്ചുപോയി, ക്രിസ്ത്യാനി മരിച്ചുപോയി. എന്നിട്ട് ക്രിസ്ത്യാനികൾ വന്ന് ഇയാളെ തിരിച്ച് വേറെ ദീനിലേക്ക് തന്നെ പോയാളാണല്ലോ, ഖബറടക്കി. പിറ്റേന്ന് നോക്കുമ്പോ മയ്യത്ത് പുറത്ത്, മണ്ണിന് പുറത്ത്, ഭൂമിക്ക് പുറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ച് നടന്നവനായിരുന്നു ഇവൻ. മുർത്തദായി പോയി എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചവനായിരുന്നു. ശരീരം പുറത്തായി വിറ്റെന്ന്. അപ്പൊ ക്രിസ്ത്യാനികൾ പറഞ്ഞു, ഹാദാ ഫിഅ്ലു മുഹമ്മദിൻ വഅസ്ഹാബി. ഇതാരെ പണിയാ? ഇത് മുഹമ്മദിന്റെയും അവന്റെ ആളുകളുടെയും പണിയാണ്. അവരുടെ ദീന് വിട്ടു വന്നതിലുള്ള ദേഷ്യം കൊണ്ട്, ഗർവാപ്പസിയാക്കിയിട്ട് പിന്നെ നമ്മളെ ദീനിലേക്ക് തന്നെ വന്നതുകൊണ്ട് ഉള്ള ദേഷ്യം കൊണ്ട് മുഹമ്മദും കൂട്ടരും ചെയ്തതാണെന്ന് അവർ പറഞ്ഞു. എന്നിട്ട് അവർ വീണ്ടും കുഴി കുഴിച്ചു, കുറച്ചും കൂടി ആഴത്തിൽ കുഴിച്ച് അയാളെ കബറടക്കി. പിറ്റേന്ന് വീണ്ടും ശരീരം പുറത്ത്. അവർ പറഞ്ഞു, ആദാ ഫിഅ്ലു മുഹമ്മദിൻ അസ്ഹാബിഹി, മുഹമ്മദിന്റെയും കൂട്ടരുടെയും പണിയാണിത് എന്ന് പറഞ്ഞ് വീണ്ടും കുഴിച്ചിട്ടു. ഇപ്രാവശ്യം എങ്ങനെ കുഴിച്ചു? മസ്തതാഉ, അവർക്ക് സാധിക്കുന്ന അത്രയും ആഴത്തിൽ കുഴിച്ചു. ഒരു മനുഷ്യന് തുറക്കാൻ പറ്റാത്ത അത്രയും ആഴത്തിൽ കുഴിച്ച് ഇയാളെ കുഴിച്ചിട്ടു, കബറടക്കി. പിറ്റേന്ന് വീണ്ടും പുറത്ത്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് മനുഷ്യന്മാർ ചെയ്ത പണിയല്ല. അവസാനം അയാൾ അങ്ങനെ തന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. അവിടെ കിടന്ന് ചീഞ്ഞ് ശരീരം അവസാനിച്ചു, അത് തീർന്നുപോയി. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയെ ചീത്തവരാ. ഷാത്തിമുർ റസൂൽ, ശത്മുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തയച്ചപ്പോ, അത് കേട്ടിട്ടില്ല നിങ്ങൾ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാർക്ക് കത്തയച്ചിരുന്നു. ഹുദൈബിയ സന്ധിക്ക് ശേഷം രാജാക്കന്മാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്തയക്കും. മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദിൽ നിന്നുള്ളത്. ഇല എന്ന് പറഞ്ഞ് പേരെയ്തു. ആർക്കാണ്? അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ, ആരാണോ സന്മാർഗം ഹുദാ സ്വീകരിച്ചിട്ടുള്ളത് അവർക്ക് സലാം. അസ്സലാമു അലൈക്കും എന്നല്ല, സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. അസ്ലിം തസ്ലം, നീ മുസ്ലിം ആവുക,
സമാധാനം അടയുക, രക്ഷപ്പെടുക. ഇല്ലെങ്കിൽ നിന്റെയും നീ പഴപ്പിച്ച ആളുകളുടെയും പാപം ഏറ്റെടുക്കാൻ തയ്യാറാവുക എന്നുള്ള കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ഖാതമ പതിച്ചിട്ടുള്ള മോതിരത്തിന്റെ മുദ്ര പതിപ്പിച്ചിട്ടുള്ള കത്തയക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് കിട്ടിയാൽ അങ്ങനെയാണ്. പിന്നെ ഹിർക്കലിന് കിട്ടി. ആ സമയത്താണ് അബൂ സുഫിയാൻ അവിടെ ഉണ്ടായിരുന്നത്. അബൂ സുഫിയാനോട് ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, നബിയുടെ അടയാളങ്ങൾ. അവസാനം അയാളത് അംഗീകരിച്ചു. അയാൾ മുസ്ലിമായില്ല. അയാൾ അധികാരം പോകുമെന്ന് പേടിച്ച അയാൾ മുസ്ലിമായിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അയാൾക്ക് അറിഞ്ഞിട്ടും സ്വീകരിച്ചിട്ടില്ല. അതുപോലെ കിസ്റ രാജാവിന്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് കിട്ടിയപ്പോൾ എന്താ ചെയ്തത്? അയാള് കത്ത് വാങ്ങിയിട്ട് കീറി വലിച്ചെറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, മസ്സഖല്ലാഹു മുൽക്കഹ്, അള്ളാഹു അവന്റെ അധികാരവും പിച്ചി ചീന്തിയെറിയട്ടെ, കീറിയെറിയട്ടെ. അടുത്ത് തന്നെ അവന്റെ കൊട്ടാരത്തിൽ കലാപമുണ്ടായി. ചരിത്രത്തിൽ പറയുന്നത് അയാളുടെ മകൻ തന്നെ അയാളെ കൊന്നുകളഞ്ഞു, അയാളുടെ മുൽക്ക് അവസാനിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറഞ്ഞ ആളുകൾക്ക് അള്ളാഹു ഇഹലോകത്തും പരലോകത്തും നിന്ദതയാണ് വരുത്തിയിട്ടുള്ളത്. ചരിത്രം അങ്ങനെ തന്നെയാണ്. ഇതാണ് അബൂലഹബിന്റെയും അന്ത്യം അങ്ങനെ തന്നെയായിരുന്നു. ഇതാണ് ഈ സൂറത്തിന്റെ തഫ്സീറായി പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ അടുത്ത സൂറത്തിലേക്ക് കടക്കുക. ഏതാണ് അടുത്ത സൂറത്ത്?